ഇവിടുത്തെ കുട്ടിപ്പട്ടാളത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അച്ചാറിലൊരു ചേഞ്ച് വരുത്തിയാലോ എന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും ഒരേ രീതി നല്ലതല്ലല്ലോ, നമുക്കൊരു ചേഞ്ചൊക്കെ വേണമല്ലോ ഇടയ്ക്ക്. അപ്പോൾ ഇതേ മഞ്ഞ നിറത്തിലുള്ള അച്ചാറാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതേ കുറച്ച് നാരങ്ങയേ ഉള്ളൂ. ഇത്തിരി പഴയ പാത്രം എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ആ കയ്പ്പൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ടേസ്റ്റ് മാറി കിട്ടത്തില്ല ആ പാത്രത്തിൽ നിന്ന്. അതുകൊണ്ട് ഇത്തിരി പഴയ പാത്രത്തിൽ ഇത്തിരി കല്ലുപ്പൂട് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായി കുക്ക് ചെയ്തെടുക്കണം. ആ നാരങ്ങയ്ക്ക് പൊട്ടി ഇതേ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി ഒരു 2 വെള്ളം പച്ചവെള്ളത്തിൽ കഴുകി മാറ്റി സ്ട്രെയിൻ ചെയ്യാൻ വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാനൊന്ന് ട്യൂഷനൊക്കെ പോയിട്ട് വന്നു. നല്ല മഴയായിരുന്നു പുറത്ത്, നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. നല്ല തണുപ്പും മഴയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ഈ നാരങ്ങ ഒന്ന് പീസാക്കി നമുക്ക് ആവശ്യമുള്ള സൈസിലെടുക്കാം. 2ആയിട്ട് വേണമെങ്കിലും മുറിച്ചെടുക്കാം. 2ആയിട്ട് മുറിച്ചെടുത്താൽ ഇത്തിരി വലുതായി പോവും. അപ്പോൾ നമ്മളിത് 4ആയിട്ട് മുറിച്ചിട്ട് ആ കുരുവൊക്കെ കളയണം, ഇല്ലെങ്കിൽ കയ്പ്പ് നിൽക്കും. ആ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് അതിലേക്ക് കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പും ആവശ്യത്തിന് കായവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നന്നായിട്ട് ആ ഒരു ടേസ്റ്റ് ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പിടിക്കണമല്ലോ. ഒരു ദിവസം വെച്ചിട്ടെടുത്താലും വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനും പറ്റും, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം വെച്ചിട്ടെടുത്താൽ കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ മിക്സായി കിട്ടും. അപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൺഫ്യൂഷനായിരുന്നു, കാരണം ഇനി കളറൊക്കെ ചേർത്തിട്ടാണോ ഇത്ര മഞ്ഞ കിട്ടുന്നതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നീട് കുക്കായി കിട്ടിയപ്പോഴത്തേനും അതൊക്കെ മാറി കിട്ടി. ലേശം മഞ്ഞ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് മഞ്ഞ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കൂടുതൽ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് മാറ്റി വെച്ചതിന് ശേഷം പാൻ ചൂടാക്കി നല്ലെണ്ണ ഒഴിച്ചു, കടുക് വറുത്തു. അതിനുശേഷം നമ്മളിത് വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എനിക്ക് മിസ്സായിപ്പോയി, ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. കറിവേപ്പിലും കൂടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു എണ്ണയിൽ വരുമ്പോഴത്തേനും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടും കേട്ടോ. മഞ്ഞൾപ്പൊടി എണ്ണയിലിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേനും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ പിന്നീടാണ് നേരത്തെ പറഞ്ഞ പോലെ മുളകും അതേപോലെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ നോക്കണം. ഉപ്പത്തിന് മുന്തി നിൽക്കണം, കാരണം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ ഉപ്പെല്ലാം നന്നായിട്ട് ആ നാരങ്ങയിൽ പിടിച്ചിട്ട് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് ഇച്ചിരി ഒന്ന് ഉപ്പ് മുന്തി നിൽക്കണം. അതിനുശേഷം നന്നായിട്ട് ആ ഒരു ഇതെല്ലാം ഒന്ന് കുറുകി വരാറാകുന്ന ആ പരുവാകുമ്പോഴത്തേനും വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി മഞ്ഞ നിറത്തിലുള്ള ആ ഒരു അച്ചാർ റെഡിയായി കിട്ടും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടിപ്പട്ടാളത്തിനൊക്കെ എപ്പോഴും സ്കൂളിലൊക്കെ ഫുഡ് കൊടുത്തു വിടാൻ അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കളാണെങ്കിൽ അവർക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.